അവർക്ക് പലർക്കും അത് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് സമസ്തക്കെതിരെ സമാന്തരമായി വലിയൊരു പണ്ഡിത വ്യൂഹം അവര് സംഘടന രൂപീകരിച്ചു. ഇന്നും ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, ഇല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇന്നും നമുക്ക് ചില ഇതുപോലെ പല കാലങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. ഇന്നും ചില പ്രശ്നങ്ങളുണ്ട്. ഒരു 3-4 വർഷമായിട്ട് സമസ്ത നിരന്തരമായി അത് ചർച്ച ചെയ്യുകയും തീരുമാനങ്ങൾ കാണാൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ പറയുന്നത് പിന്നെ വാഫിയോഫിയ സംവിധാനമാണ്, GIC സംവിധാനം. വാസ്തവത്തിൽ ഈ വാഫിയോഫിയ എന്ന് പറയുന്ന ഈ സംവിധാനം എവിടെ നിന്നുണ്ടായതാണ്? അത് വളാഞ്ചേരി മർക്കസിൽ നിന്നുണ്ടായതാണ്. വളാഞ്ചേരി മർക്കസ് എന്ന് പറഞ്ഞാൽ അത് സമസ്തയുടെ സ്ഥാപനമാണ്. അങ്ങനെയാണ് ജനം മനസ്സിലാക്കിയത്. അത് അറിയപ്പെട്ടതും അങ്ങനെ തന്നെയാണ്. മാത്രമല്ല സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ പിന്നെ മലപ്പുറം ഘടകത്തിന്റെ കീഴിലുള്ള മഹത്തായ ഒരു സ്ഥാപനമായിട്ടാണ് അത് അറിയപ്പെട്ടത്. അങ്ങനെയാണ് സമസ്ത അത് തീരുമാനിച്ചത്.